ഞാൻ ഇങ്ങനൊരു പ്രസ് മീറ്റിംഗ് വിളിക്കാൻ കാരണം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അറിയാമായിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മണിയായപ്പോൾ എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വിവരം ഇതിനോടകം മാധ്യമങ്ങൾ അറിഞ്ഞു കാണും എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം പ്രത്യേകമായി ഞാൻ ഈ പ്രസ് മീറ്റിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു സെറ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞ് 6 മണിയായ സമയത്താണ് എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായിട്ടുള്ള ഒരു അറിയിപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് കാണുന്നത്. അപ്പൊ എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്, സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിയമ ബൈലോ പ്രകാരം ഒരാളെ പുറത്താക്കണമെങ്കിൽ അതിന് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം എന്ന് കൃത്യമായ കോൺഗ്രസിന്റെ ബൈലോയിൽ പറയുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് പാർട്ടി ഡിസിപ്ലിനറി റൂൾസ് സെക്ഷൻ 5A, no disciplinary action shall be taken without an opportunity being given with at least 2 weeks notice to the committee or individual concerned to explain its or his case and answer such charges as are made against it or him. However, the working committee can reduce the period of notice when it deems fit to do so. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരാളെ പുറത്താക്കുന്നത് സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് ഒരു നോട്ടീസ് ലഭിക്കുകയോ അല്ലെങ്കിൽ എന്നോട് വിശദീകരണം ചോദിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഏകപക്ഷീയമായി ജനാധിപത്യ വിരുദ്ധമായി എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഫെബ്രുവരി മാസം 4-ാം തീയതി എന്നെ കണ്ണൂർ DCCയുടെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിച്ചിരുന്നു. 4-ാം തീയതി എന്നെ നിശ്ചയിച്ച ശേഷം ബഹുമാന്യ KPC പ്രസിഡന്റിന്റെ ഉത്തരവനുസരിച്ച് 6-ാം തീയതി വൈകുന്നേരം എന്നെ DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അതിന് പറഞ്ഞ കാരണം കീഴ് കമ്മിറ്റികളുടെ പരാതി എന്നാണ്. ഞാനും അദ്ദേഹവും അതുപോലെ തന്നെ DCC പ്രസിഡന്റുമുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്തും നേരിട്ടും ഞാൻ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത് എന്നുള്ള കാര്യങ്ങൾ പല ആളുകളും ചോദിച്ചപ്പോഴും ഇന്ന് വരെ ഒരു പരാതി എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കുവാനോ അല്ലെങ്കിൽ പരാതി കൊടുത്ത ആളാരാണെന്ന് പറയുവാനോ ഒന്നും ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. 2 മാസമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ് തെളിവ്? എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അദ്ദേഹം അത് ഹാജരാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഇന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മിനിഞ്ഞാന്ന് പുറത്താക്കിയാൽ പോലും ഞാനൊരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായി, സാധാരണ പാർട്ടി പ്രവർത്തകനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ കുറിച്ച് ഒരുപാട് മാധ്യമങ്ങൾക്കകത്തും ഒക്കെ പല ചർച്ചകളും വന്നെങ്കിൽ പോലും ഞാൻ അവരോടെല്ലാം എന്നോട് ചോദിച്ച എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത്
ഞാൻ 47 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് പരിപാടികളിൽ ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് നൂറുകണക്കിന് പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഞാൻ 24 കിലോമീറ്റർ ഒരു ദിവസം 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ നടന്ന് സ്കൂളിൽ പഠിച്ച ആളാണ്. ഒരു ജീവിത സൗകര്യങ്ങളില്ലാത്ത ഒരു വീട്ടിൽ നിന്നും ഒരു ഗ്രാമത്തിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ച് 26 വർഷക്കാലം കണ്ണൂർ ജില്ലാ ബാങ്കിന്റെ അകത്ത് പ്രവർത്തിച്ച് ഞാൻ അതിന്റെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അതിനിടയ്ക്ക് ഞാൻ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായും 9 വർഷക്കാലം ഇരിട്ടിയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിലൊന്നും എനിക്കെതിരെ ഒരു പരാതിയും, ഈ പ്രവർത്തന രംഗത്തൊന്നും ഒരു പരാതിയും ആരും എനിക്കെതിരെ ഉന്നയിച്ചതെന്ന് ആർക്കും പറയാനോ തെളിയിക്കാനോ സാധിക്കില്ല. കഴിഞ്ഞ 47 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് ഞാൻ 27 വർഷം ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ ഡിവിഷനിലും 20 വർഷം ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഡിവിഷനിലുമാണ് താമസിച്ചത്. എനിക്കെതിരെ ഒരു വെള്ളപ്പേപ്പറിൽ പോലും ഒരാൾ